ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി രസം വെച്ചാലോ? അതിലേക്ക് പോകാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. പുളി ഇട്ട് വെക്കാനാണ് വെള്ളം. നമുക്ക് ഈ മിക്സി ജാറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഒരു ലേശം ചെറുജീരകം, പിന്നെ വറ്റൽമുളക് 2 എണ്ണം, ഒരു ലേശം ഉലുവ. ഇത് 4ഉം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിക്കരുത്, ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചൂടായിട്ട് അത് നമുക്ക് ലേശം പുളിയിലേക്ക് ഒഴിച്ചു വെക്കാം. കൂട്ടുകാരെ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ, നന്നായി പൊടിക്കരുത്. ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 8 പീസ്, പിന്നെ നമുക്ക് 3 മുളക്. ഇത് നമുക്ക് മിക്സിയിൽ അടിക്കാം. നന്നായി അരക്കരുത്, ചെറുതായി അടിച്ചാൽ മതി. ഇപ്പം എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം. ഓക്കെ, പാത്രം ചൂടായിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ച ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ പേസ്റ്റ് ഇട്ടുണ്ട്. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലേശം മഞ്ഞപ്പൊടി, ഇനി ഒരു തക്കാളി ഇട്ട് കൊടുക്കാവേ. ഇനി പൊടിച്ചു വെച്ച കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം പോണൊക്കെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കായപ്പൊടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ലെവലിലൊന്ന് വെക്കണം. കുറച്ച് വേപ്പിലും കൂടി ആഡ് ചെയ്യാം. ചെറുതായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഇതിൽ വെച്ചോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. തള വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ രസം റെഡി ആയിട്ടുണ്ട്. ഓക്കെ.